2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിലെ ക്വാളിഫയർ 1 പോരാട്ടം അവസാനിച്ചിരിക്കുകയാണ്. ഈ സീസണിലെ ഏറ്റവും മികച്ച 2 ടീമുകളായ ഗുജറാത്തും RCBയും ഏറ്റുമുട്ടിയ ആ മത്സരം പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയർന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഒരുപക്ഷെ RCB കളിച്ച തകർപ്പൻ ഗെയിം, അവരുടെ ആ തകർപ്പൻ പ്രകടനം തന്നെയായിരിക്കും ചിലപ്പോൾ എന്നെ അത് പറയാൻ പ്രേരിപ്പിച്ച ഘടകം. ഇന്നത്തെ മത്സരം കണ്ട ആരാധകർക്ക് ആർക്കും അത്ര കണ്ട് ആവേശം തോന്നിക്കാണില്ല. RCBയുടെ ആരാധകരെ സംബന്ധിച്ച് അവരുടെ ടീം ഏകപക്ഷീയമായ ഒരു ജയം സ്വന്തമാക്കിയതിൽ സന്തോഷമുണ്ടാകും. 92 റൺസിൻ്റെ തകർപ്പൻ ജയം RCB സ്വന്തമാക്കിയ മത്സരത്തിൻ്റെ പിന്നാലെ 3 താരങ്ങളുടെ പേര് ഒന്ന് ഓർത്തു പോവുകയാണ്. അതിൽ ഒന്നാമത്തെ താരം സൂപ്പർ താരം വിരാട് കോഹ്ലിയാണ്. എൻ്റെ പൊന്നു മനുഷ്യ, ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ അനേകം ആരാധകരെ പോലെ നിങ്ങളുടെ T20യിൽ നിന്നും ടെസ്റ്റിൽ നിന്നുമുള്ള വിരമിക്കലൊക്കെ കേട്ട് സങ്കടം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഈ T20 ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. IPL മാത്രമാണ് നിങ്ങളെ അതിലൊന്ന് കാണാൻ സാധിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വിരമിക്കൽ തീരുമാനം ഒന്ന് അവസാനിപ്പിച്ച് ഇന്ത്യൻ ജേഴ്സിയിലൂടെ തിരിച്ചുവരവ് നടത്തണമെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെ നടക്കില്ല എന്നറിയാം. ഒരു ആരാധകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ബാറ്റിംഗ് കണ്ടപ്പോൾ തോന്നിപ്പോയി. കാരണം കളിച്ച ഒരൊറ്റ മോശം ഷോട്ടിലാണ് വിരാട് കോഹ്ലി പുറത്തായത്. അത് മാറ്റി നിർത്തിയാൽ തകർപ്പൻ ഇന്നിങ്സ് ആയിരുന്നു വിരാട് കോഹ്ലിയുടെ ഭാഗത്തുനിന്ന് ഇന്നും ഉണ്ടായത്. ഒരു ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ തുടർച്ചയായി 500-ന് മുകളിൽ അല്ലെങ്കിൽ 600-ന് മുകളിൽ റൺസ് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്നാൽ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ നിലവിൽ ഒരു ഫോർമാറ്റ് മാത്രമാണ് കളിക്കുന്നതെന്ന് ഓർക്കുക. എന്നിട്ടും അത് ഈസി ആകുന്നു. കാരണം ഈസ് എ ക്ലാസ് പ്ലെയർ. അത് ഇന്നും തെളിയിച്ചു. രണ്ടാമത്തെ താരം രജത് പടിദാറാണ്. ചില ആളുകൾ വരുമ്പോൾ ചരിത്രം വഴിമാറും എന്നൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് രജത് പടിദാറിൻ്റെ കാര്യം. ആ നായകൻ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ RCBക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് അതിഭയങ്കരമാണ്. കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ടീമിൻ്റെ നായകനായിട്ട് വരുമ്പോൾ RCB എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് ഒരുപാട് ചരിത്രമൊക്കെ അവകാശപ്പെടാനുണ്ട്. അവരുടെ ഫാൻ ബേസ് ഉഗ്രനാണ്. പക്ഷേ ആ കിരീടം അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം വന്നതിന് ശേഷം അതവർക്ക് കിട്ടി. അത് ചക്ക വീണു മുയൽ ചത്തു എന്ന് പറഞ്ഞതുപോലെ അല്ല. ഞങ്ങൾ യഥാർത്ഥത്തിൽ അത് അർഹരാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇപ്പോഴിതാ അദ്ദേഹം തന്നെ മുന്നിൽ നിന്ന് നയിച്ച ടീമിനെ വീണ്ടും ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരു കിരീടത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ന് കളിച്ച അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഇന്നിങ്സ് 33 പന്തിൽ 93 റൺസ്. അതിലേക്ക് വരാം. മൂന്നാമത്തെ താരം ഭുവനേശ്വർ കുമാറാണ്. ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം ഈ സീസണിൽ നൽകിയൊരു പ്രകടനം ഭുവനേശ്വർ കുമാറിൻ്റെ ഭാഗത്തു നിന്നാണ്. 26 വിക്കറ്റാണ് ആ ഒരു മനുഷ്യൻ ഈ സീസണിൽ നേടിയത്. ഭുവനേശ്വർ കുമാറിൻ്റെ പല്ലു കൊഴിഞ്ഞു, അദ്ദേഹത്തിന് ഇനി തിരിച്ചുവരവില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അദ്ദേഹത്തെ പുച്ഛിച്ചിട്ടുണ്ട്. ബുംറയുമായിരുന്നു കമ്പയർ ചെയ്യാൻ ഈ ഭുവനേശ്വർ കുമാറിനെ കോട്ടല്ലേ എന്ന് വരെ പലരും പറഞ്ഞു. ആ ബുംറ ഈ സീസണിൽ 10 വിക്കറ്റ് പോലും നേടിയിട്ടില്ല. 3-4 വിക്കറ്റ് മാത്രം നേടിയ ആ സീസണിലാണ് ഭുവനേശ്വർ കുമാറിൻ്റെ ഈ തകർപ്പൻ പ്രകടനം. അതും ഇന്ത്യൻ ടീമിൻ്റെ പരിസരത്ത് പോലും ഇല്ലാത്ത ആൾ. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് RCB ഉത്സവമാക്കി അവർ ഫൈനലിലേക്ക് എത്തി. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ RCBയുടെ കയ്യിലായി കാര്യങ്ങൾ. ടോസ് നഷ്ടപ്പെട്ടു എന്നത് മാറ്റി നിർത്തിയാൽ ക്രീസിലേക്ക് എത്തിയപ്പോൾ മുതൽ അവർക്ക് ആ ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. വെങ്കടേഷ് അയ്യറും വിരാട് കോഹ്ലിയും ചേർന്ന് മനോഹരമായ തുടക്കം അവർക്ക് നൽകുന്നു. ശേഷം വെങ്കടേഷ് അയ്യറുടെ വിക്കറ്റ് നഷ്ടമാകുന്നു. വിരാട് കോഹ്ലി ദേവദത്ത് പടിക്കൽ സഖ്യം അതുപോലെ തന്നെ നന്നായി കളിക്കുന്നു. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായതിന് തൊട്ടു പിന്നാലെ ദേവദത്ത് പടിക്കലിൻ്റെ വിക്കറ്റ് കൂടി പോയത് RCBക്ക് അവനെ ചെറുതായി ഒന്ന് ആശങ്കപ്പെടുത്തി. എന്നാൽ ഒരാശങ്കയും വേണ്ട, ഞാനുണ്ട് മക്കളെ എന്ന് പറഞ്ഞതുപോലെ രജത് പടിദാറും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് കൃണാൽ പാണ്ഡ്യ മനോഹരമായൊരു ഇന്നിങ്സാണ് കളിച്ചത്. അതിനിർണായകമായ ഒരു പോരാട്ടത്തിൽ 250-ന് മുകളിൽ ഒരു റൺസ് എതിരാളിക്ക് മേൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ മാനസികമായി വിജയിച്ചു കഴിഞ്ഞു. അവിടെ ഇന്ന് RCB അവരുടെ പ്ലാൻ കൃത്യമായി നടപ്പാക്കി. കാരണം വളരെ പതിയ താളത്തിനാണ് ഈ RCBയുടെ സൂപ്പർ നായകൻ രജത് പടിദാറും അതുപോലെ കൃണാൽ പാണ്ഡ്യയും തുടങ്ങിയത്. എന്നാൽ തങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഗിയർ മാറ്റാൻ പറ്റുമെന്ന് ഇരുവർക്കും നന്നായി അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഇരുവരും മാറ്റി. അവസാനം ടീം സ്കോർ 254. ഗുജറാത്തിനെ സംബന്ധിച്ച് അവരുടെ കളി മുഴുവനിരിക്കുന്ന ഓപ്പണിങ്ങിലാണ്. സായി സുദർശൻ ഗില്ല് സഖ്യത്തിൽ. ഇതിൽ ഗിൽ ഭുവനേശ്വർ കുമാർ പോരാട്ടമായിരിക്കും ഈ മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കുക എന്ന് പലരും പറയുകയുണ്ടായി. അതുപോലെ തന്നെ പറയുകയുണ്ടായി സായി സുദർശൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നും ഒരു മികച്ച ഇന്നിങ്സ് വേണം. സായി നന്നായി തന്നെ കളിച്ചു തുടങ്ങി. പക്ഷേ ഒരു നിർഭാഗ്യം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായി. ഹിറ്റ് വിക്കറ്റായി ജേക്കബ് ഡഫയുടെ പന്തിലാണ് അദ്ദേഹം മടങ്ങുന്നത്. അതിൻ്റെ പേര് ചില വിവാദങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഭുവനേശ്വർ കുമാർ ഗിൽ പോരാട്ടം വരുന്നു. വെറും 2 റൺസ് എടുത്ത ഗില്ലിൻ്റെ വിക്കറ്റ് ഭുവനേശ്വർ കുമാർ സ്വന്തമാക്കുന്നു. അവിടെ തന്നെ മാനസികമായിട്ട് ബാംഗ്ലൂർ ജയിച്ചു കഴിഞ്ഞു. പിന്നീടെല്ലാം ചടങ്ങ് മാത്രമായിരുന്നു. അതിനിടയ്ക്ക് ജോസ് ബട്ട്ലറുടെ ഒരു ക്യാമിയോ ഇന്നിങ്സ് മാറ്റി നിർത്തിയാൽ ഗുജറാത്ത് ശരിക്കും ഇന്ന് വട്ടപൂജ്യം പ്രകടനമാണ് കാഴ്ചവെച്ചത്. RCB ആകട്ടെ കിട്ടിയ അവസരമെല്ലാം നന്നായി മുതലെടുക്കുകയും ചെയ്തു. അതിനിടയിൽ റബാഡയും സിറാജിനെയൊക്കെ ഒരുപാട് ആശ്രയിച്ച് പോകുന്ന ഒരു ബോളിംഗ് നിരയായിട്ടും ഇന്ന് അവരെ തല്ലി തകർക്കാൻ
രജത് പടിത്തർ കാണിച്ചൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഏറ്റവും മെയിനായിട്ടുള്ള ബോളർ റബാഡ ഈ സീസണിൽ അവർക്ക് വേണ്ടി നടത്തിയ പ്രകടനം നിങ്ങൾക്കറിയാം. അദ്ദേഹം 4 ഓവറിൽ 50 മുകളിൽ റൺസാണ് വഴങ്ങിയത്. റബാഡയ്ക്ക് തല്ല് കിട്ടിയതോടെ തന്നെ ഗുജറാത്തിൻ്റെ ബാക്കി ബോളർമാർ എല്ലാം ഡൗണായി. അതുതന്നെയാണ് ഇന്ന് റാഷിദ് ഖാൻ ഉൾപ്പെടെ ഒരാൾക്കും വിക്കറ്റ് പോലും വീഴ്ത്താൻ സാധിക്കാതിരുന്നത്. എന്തായാലും രജത് പടിത്തറിൻ്റെ ക്യാച്ച് 2 തവണ വിട്ടുകളഞ്ഞ GTയുടെ താരങ്ങൾക്ക് ഇപ്പോൾ ഒരു സങ്കടമൊക്കെ തോന്നിക്കാണും. എന്തായാലും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ റോയലായി തന്നെ ഫൈനലിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ആരാണ് തങ്ങളുടെ എതിരാളികൾ എന്നും മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. ഗുജറാത്തിന് ഇനി ഒരു അവസരം കൂടി ബാക്കിയുണ്ട്. നാളെ നടക്കുന്ന SRH രാജസ്ഥാൻ പോരാട്ടത്തിലെ മത്സരത്തിലെ വിജയികളെ അവർക്ക് നേരിടാനുണ്ട്. ആ മത്സരത്തിൽ ജയിച്ച് വീണ്ടും RCBയുമായി ഒരു പോരാട്ടത്തിലേക്ക് അവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്തായാലും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഈ ടീമിനെയും ഈ ആരാധകരെയും ശരിക്കും ഇന്ത്യൻ പ്രീമിയർ ലീഗ് കാണുന്ന ഏതൊരുവിനും ആദരവോടെ നോക്കണം. കാരണം എത്രയോ വർഷം കിരീടമില്ലാതിരുന്നു, എത്രയോ കളിയാക്കലുകളും ട്രോളുകളും ഏറ്റുവാങ്ങി. അതിലൊന്നും തളരാതെ തങ്ങളുടെ ടീമിനെ ആ ആരാധകർ വിശ്വസിച്ചു. എൻ്റർടൈൻമെൻറ്റ് ടീമെന്നും ഈ സാല കപ്പ് ടീമെന്നും ഒക്കെ പറഞ്ഞ് അവരെ പൂജിച്ചു. പക്ഷേ അവരോടൊരു ബഹുമാനം തോന്നിപ്പോവുകയാണ്. നിങ്ങളുടെ ടീമിൽ നിങ്ങൾ വിശ്വസിച്ചതിന്, ആ പ്രോസസ്സിൽ നിങ്ങൾ വിശ്വസിച്ചതിന്. എന്തായാലും മറ്റൊരു കിരീട ഭാഗ്യം റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനുണ്ടാകുമോ? കാത്തിരുന്ന് തന്നെ കാണാം.